ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എഡ്യൂവാലറ്റ് 2.0. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇന്നും നാളെയും സാറ്റർഡേ സൺഡേസ് നമുക്ക് എബൌട്ട് +1 ഒരു 2 വീഡിയോസ് ആൻഡ് +2 സ്റ്റുഡൻസിൻ്റെ 2 വീഡിയോസ് ഒക്കെ നമ്മൾ പിന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇടുന്നത് +1 അക്കൗണ്ടൻസി എക്സാമിന് ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് ഏതൊക്കെ ടോപ്പിക് ഇൻക്ലൂഡിങ് പ്രോബ്ലംസ് ആൻഡ് തിയറീസ് രണ്ടും കൂടിയിട്ട് നോക്കിയിട്ട് എത്രത്തോളം മാർക്സിന് ഓരോ പാഠവും പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം എന്നുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദെൻ നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ ജനുവരി ടു ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ഒരു 50 ഡേയ്സിൻ്റെ +2 ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പിന്നീട് അറിയിക്കും. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചിടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ +1 അക്കൗണ്ടൻസി സബ്ജക്റ്റ് നമുക്ക് ക്രിസ്മസ് എക്സാം ആണ്. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ +1 കുട്ടികൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അക്കൗണ്ടൻസിൽ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് ഓണപരീക്ഷയ്ക്ക് നമുക്ക് എക്സാം ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്കൂൾ വൈസ് ആയിരുന്നു നമ്മൾ എക്സാം എടുത്തത്. അപ്പോൾ നിങ്ങളോട് +1 അക്കൗണ്ടൻസി പഠിക്കുന്ന എല്ലാ കുട്ടികളോടും എവ്രി സ്റ്റുഡൻസ് ഈച്ച് ആൻഡ് എവ്രി വണ്ണിനോട് പറയാനായിട്ടുള്ളത് +1 അക്കൗണ്ടൻസിയിൽ മാക്സിമം ട്രൈ ചെയ്ത് ഫൈനൽ എക്സാമിന് ഇപ്പോൾ 100 on 100 ആണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയത് എങ്കിൽ ദാറ്റ് ഈസ് ദ ബെറ്റർ. അതായത് നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവില്ല. ഇമ്പ്രൂവ്മെൻറ്റ് മേ ബി +2ൻ്റെ ഒപ്പം നിങ്ങൾ എഴുതേണ്ടി വരും. +2 എക്സാം എഴുതുന്നതോടൊപ്പം തന്നെ +1 എഴുതേണ്ടി വരും. അത് മോർ ഡിഫിക്കൽട്ട് ഫോർ യു. ദെൻ അടുത്ത കാര്യം എന്ന് പറയാനുള്ളത് +2 അക്കൗണ്ടൻസി ഈസ് വെരി ഡിഫിക്കൽട്ട്. നല്ല ടഫാണ് +2 അക്കൗണ്ടൻസി. AFS കുട്ടികളും കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികളും രണ്ടുപേരും നന്നായി ശ്രദ്ധിക്കണം. കാരണം രണ്ടു പേർക്കും അവരുടേതായ ഡിഫിക്കൽട്ടീസ് +2ൽ വരുന്നുണ്ട്. സോ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് എത്ര കഷ്ടപ്പെട്ടാലും നമുക്കൊരു ആവറേജ് മാർക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ +1 അക്കൗണ്ടൻസി ഇസ് വെരി സിമ്പിൾ, നല്ല എളുപ്പമാണ്. ഒരു 10 പാഠത്തിലെ 1-2 ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇനി ക്രിസ്മസ് പരീക്ഷയ്ക്കാണെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ്, 1-ാം പാഠം മുതൽ ചാപ്റ്റർ 7 ഡിപ്രീസിയേഷൻ്റെ പാഠം വരെയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിനുള്ളത്. AFS കുട്ടികൾക്ക് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികൾക്ക് 10 മാർക്കോളം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ AFS കുട്ടികൾക്ക് 80 മാർക്കും ഇതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ ഓരോ ചാപ്റ്ററിൽ നിന്നും AFS കുട്ടികൾക്ക് ഇത്ര മാർക്കിൻ്റെയും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് ഇത്ര മാർക്കിൻ്റെയും എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. നമ്മളെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഒരുവിധം കംപ്ലീറ്റ് തിയറീസ് മിസ് ചെകഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പാഠത്തിൽ നിന്നും AFS കുട്ടികൾക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികൾക്ക് 6 മാർക്കിൻ്റെ വെയിറ്റേജസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഒക്കെ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ. അതിപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ മോഡൽ എക്സാം ആയാലും ഫൈനൽ എക്സാം ആയാലും ക്രിസ്മസ് എക്സാം ആയാലും മീനിങ് ആൻഡ് ഡെഫിനിഷൻ. മീനിങ് മാത്രം നമുക്കൊരു 2 മാർക്കിന് ചോദിക്കാം. ഒബ്ജക്റ്റീവ്സിൽ എത്താണെങ്കിൽ 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഹൂ ആർ ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. 2 ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. അവരാരൊക്കെയാണ്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാൻ 1 മാർക്കിന് ചോദിക്കാം. അതല്ല എങ്കിൽ 2 മാർക്കിന് ഹൂ ആർ ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ചോദിക്കാം. ദെൻ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, അതായത് നമ്മൾ റിലയബിലിറ്റി, അതേപോലെ തന്നെ റിലയബിലിറ്റി, റെലവൻസ്, അതൊക്കെയാണ്. ഒരു 4 ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ടേം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസിനും അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് വരുമ്പോഴും നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന സംഭവമാണ്. അതായത് നമുക്ക് ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് എന്താണ് ടേം, അതായത് ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ പേഴ്സണൽ യൂസ്. ഏതാ ടേം? ഡ്രോയിങ്സ് ആണ്. അതല്ലെങ്കിൽ ഇത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഓണർ, എന്താണ്? ക്യാപിറ്റലാണ്. ദെൻ ദ അസെറ്റ്സിൻ്റെ ഓരോ അസറ്റുകളും, ഓരോ അസറ്റിൽ ഫർണിച്ചർ, മെഷീനറി, അതൊക്കെ ഏത് ടൈപ്പ് ഓഫ് അസറ്റ്സ് വരും, അങ്ങനെയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ദെൻ ദ മണി ഓവ്സ് ടു ദ ബിസിനസ്, ദ മണി ഓവർ ടു ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതായത് നമുക്ക് കാശ് തരാനുള്ളവർ ഡെപ്റ്റേഴ്സ്, നമ്മൾ കാശ് കൊടുക്കാനുള്ളവർ ക്രെഡിറ്റേഴ്സ്. അങ്ങനെയുള്ള ടേംസുകളാണ് നമുക്ക് നല്ല പോലെ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് നമുക്ക് 5 മാർക്കിനാണ് ചോദിക്കാറ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ 8 എണ്ണം 1 മാർക്കായിരിക്കും. അതിൽ 2-3 സെൻറ്റൻസോളം നമുക്ക് ചിലപ്പോൾ ടേംസ് ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ട് വരാം. ഓക്കെ, ദെൻ അസറ്റ് ക്ലാസിഫിക്കേഷൻ. അസറ്റ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. പല രീതിയിലാണ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ചോദിക്കാറ്.
വരാറ്. നമുക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് ചോദിക്കും, അത് 5 മാർക്കിലേക്ക് പോയിട്ട് ആ കാറ്റഗറി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് ചോദിക്കും, എക്സാമ്പിൾസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ചോദിക്കും. ദെൻ ഓഡ് മാൻ ഔട്ട് ആയിട്ട് ചോദിക്കും. ഓഡ് വൺ ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഫിക്സ്ഡ് അസറ്റ് തന്ന് അതിൻ്റെ ഇടയിൽ ഒരു നമ്മുടെ കറണ്ട് അസറ്റ് കൊണ്ടുപോയി വെക്കുക, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസും ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് നല്ലപോലെ തിയറി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ടോട്ടലി തിയറി തന്നെയാണ്. നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് അസറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്, അസംഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾ. അതിൽ മെയിൻലി ചോദിച്ചിട്ടുള്ള കുറച്ച് അസംഷൻസ് ആണ് ഡ്യുവാലിറ്റി, എൻറ്റിറ്റി, പ്രൂഡൻസ്, കോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, മാച്ചിങ്, മെറ്റീരിയാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ് നന്നായി പഠിക്കുക. അത് ഡിഫൈൻ ചെയ്യാനും 4 മാർക്കിനും വരാം, ഐഡൻറ്റിഫൈ ചെയ്തിട്ട് 3 മാർക്കിന് എഴുതാനും വരാം. ദെൻ എന്താണ് GAAP, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഫുൾ മാർക്ക്, അതായത് ഫുൾ സെൻറ്റൻസ് എഴുതാൻ പറയാം. ഷോർട്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ദ ടേം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് തരാം. ഇതിൽ നിന്ന് നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒരു 3, 4, 5 എണ്ണം പഠിക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21. അത് വലിയ കാര്യമില്ല, എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 3. ഇവിടെ മുതലേ ചാപ്റ്റർ 3 നമുക്ക് വെയിറ്റേജസ് അറിയാമല്ലോ. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ വെയിറ്റേജസ് വരുന്നത് 9 മാർക്ക് AFS കുട്ടികൾക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങൾക്ക് 7 മാർക്കാണ് കേട്ടോ. ദെൻ തേർഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ നമ്പർ 3, 4 and 5, അതായത് 3 ചാപ്റ്ററും നല്ല പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ചാപ്റ്റർ 3-ലെ തിയറി ക്വസ്റ്റ്യൻസും ഉണ്ട്, 2 പ്രോബ്ലംസും ഉണ്ട്. തിയറി എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ റൂൾസ് നമുക്ക് തെറ്റിച്ചിട്ട് തരും. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റാ ചെയ്യുക, ചിലപ്പോൾ നമുക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, റെക്ടിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വരും, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരും. അതുകൊണ്ട് ആ റൂൾസ് നല്ല പോലെ അറിയണം. മാത്രമല്ല ഈ റൂൾസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ജേർണലൈസേഷനൊക്കെ നല്ല രീതിയിൽ പറ്റുള്ളൂ. ജേർണലൈസേഷൻ ഓഫ് 20 ട്രാൻസ്ലേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ essay പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കോ പോവാം. 20 ട്രാൻസ്ലേഷൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കിട്ടണം, അത് ജേർണലൈസ് ചെയ്യാനായിട്ട് അറിയണം. 20 മാർക്കിൻ്റെ ജേർണലൈസേഷൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഡ്രോയിങ്സ്, അസറ്റ്, സെയിൽസ്, പർച്ചേസസ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസസ് റിട്ടേൺ, എക്സ്പെൻസസ്, ഇൻകം. ദെൻ അതേപോലെ തന്നെ ഇപ്പോൾ 8 എണ്ണം ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് തന്നെ എക്സ്പെൻസസ് ഒരു 3 എണ്ണം, റിസീവ്ഡ് ഐറ്റംസ് ഒരു 2 എണ്ണം, അങ്ങനത്തെ ഒക്കെ വന്നാൽ പിന്നെ ഡിസ്കൗണ്ട് ഐറ്റംസ്, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക, റെൻറ്റ് പെയ്ഡ് ചെയ്യുക, ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജേർണലൈസേഷൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, തിയറി ക്വസ്റ്റ്യൻസ് എല്ലാം കൂടിയിട്ട് ഒരൊറ്റ വീഡിയോയിൽ, അതുപോലെ തന്നെ പ്രോബ്ലംസ് എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ഒന്ന് പൊടി തട്ടി തരുന്നതും, അതേപോലെ ഒരു essay ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ, അപ്പോൾ വൈകാതെ വരും കേട്ടോ. ദെൻ ഇതിൽ നിന്ന് പഠിക്കേണ്ട അടുത്തൊരു തിയറി ക്വസ്റ്റ്യൻ ആണ് ജേർണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസസ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജേർണൽ ആൻഡ് ലെഡ്ജർ. നല്ലപോലെ പഠിക്കണം, 4 പോയിന്റ് പഠിച്ചാലും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ സോഴ്സ് ഡോക്യുമെന്റ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് 2 മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജേർണലൈസേഷനൊക്കെ തയ്യാറാക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ബേസിക് എവിഡൻസ് ആണ് സോഴ്സ് ഡോക്യുമെന്റ്. എക്സാമ്പിൾസ് പറയുമ്പോൾ ഇൻവോയ്സസ്, റിസീപ്റ്റുകൾ, വൗച്ചേഴ്സ് എല്ലാം അതിനെ ഉദാഹരണമാണ്. ദെൻ ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ട് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രോബ്ലം ആണ്. 5 മാർക്കിനും 4 മാർക്കിനും ആണ് അത് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. ദെൻ ഇവിടെ നിങ്ങൾ വേറൊരു ക്വസ്റ്റ്യനും കൂടി പഠിക്കാനുണ്ട്, അത് മിസ് ഇതിൽ എഴുതിയിട്ടില്ല, കാരണം അത് എഴുതാതിരിക്കുന്നതിനുള്ള റീസൺ അത് A+ ചോദ്യമാണ്. A+ ചോദ്യം എന്ന് പറയുമ്പോൾ GSTയുടെ പ്രോബ്ലം ആണ് പറയുന്നത്. GST എന്താണ്, IGST ഉണ്ട്, അതുപോലെ തന്നെ SGST ഉണ്ട്, CGST ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ജേർണലൈസേഷൻ പ്രോബ്ലം. ഇത് നമുക്ക് A+ ഹോപ്പ് ചെയ്യുന്ന കുട്ടികൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ഡബിൾ പാസ് ആവറേജ് സ്റ്റുഡൻസ് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്താലും ബാക്കിയുള്ള പോർഷൻസ് നന്നായി പഠിച്ചാൽ മതി. അപ്പോൾ A+ വേണം എന്നുള്ള കുട്ടികൾ GST കൂടി നോക്കാം കേട്ടോ. അപ്പോൾ AFS കുട്ടികൾക്ക് 9 മാർക്കിനും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്കാർക്ക് 8 മാർക്കിനുമാണ് നമുക്ക് ഈ പാഠത്തിന് ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 7. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. AFS കുട്ടികൾക്ക് 12 മാർക്കിൻ്റെ ചോദ്യവും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്ക് 9 മാർക്കിൻ്റെ. ഇത് 9, 12 എന്നൊക്കെ നമുക്കൊരു എന്താ പറയുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ വേരിയേഷൻസ് വരാം. നമ്മൾ ഈ മാർക്ക് പറയുന്നത് ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് അറിയാനാണ്, വെയിറ്റേജസ് അറിയാൻ വേണ്ടിയിട്ടാണ്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസ്ലേഷൻ 2 തന്നെയാണ് നമ്മുടെ ചാപ്റ്റർ. ഇവിടെ നിങ്ങൾ മെയിൻലി പഠിക്കേണ്ട ഒരു 3 കാൽക്കുലേഷൻ പ്രോബ്ലംസ് ഇത് 3 ആണ്. ഇത് പഠിക്കാത്ത കുട്ടികളുണ്ട് എങ്കിൽ എത്രയും വേഗം ആദ്യം പോയി തിയറിക്കൊക്കെ മുന്നേ ഇത് പഠിക്കണം. കാരണം നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് 8 മാർക്കിന്, പെട്ടി ക്യാഷ് ബുക്ക് 8 മാർക്കിനും 5 മാർക്കിനും, പർച്ചേസസ് ഡേ ബുക്ക് 5 മാർക്ക്. ഇതൊക്കെ ഇത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
ഇത് തിയറി അല്ല, പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് ഒരൊറ്റ പ്രോബ്ലം ഒന്ന് മനസ്സിലിരുത്തി പഠിച്ചാൽ നല്ല രീതിയിൽ പഠിക്കാവുന്ന പ്രോബ്ലമാണ്. നമ്മളിതിൻ്റെ വീഡിയോ വൈകാതെ ചെയ്യുന്നുണ്ട്. ദെൻ ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണ്, കോൺട്രാ എൻട്രീസ് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്പെഷ്യൽ ജേർണൽസ് ഏതൊക്കെയാണ്. ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കും. ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണെന്നുള്ളത് ഒരു 3 മാർക്കിന്, കോൺട്രാ എൻട്രീസ് ഒരു 3 മാർക്ക്, തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുക. ഇനി ഇതിൽ ഈ പാഠത്തിൽ മിസ് ഉൾപ്പെടുത്താത്തത് ഡേ ബുക്കുകൾ തന്നെയാണ്. അതായത് സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക് ഒക്കെയാണ്. അതൊക്കെ ഈ പർച്ചേസസ് ഡേ ബുക്കിനോട് ഏകദേശം സിമിലർ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് ഇതെല്ലാവരും വേഗം പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇനി എക്സാം വരുന്നത് മൺഡേ ആണ്. പക്ഷേ അതിന് മുന്നേ എക്കണോമിക്സ് പഠിക്കുന്നതിന് തൊട്ട് മുന്നേ ഇന്ന് നിങ്ങൾക്ക് അക്കൗണ്ടൻസി ഒക്കെ നോക്കാം. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ദെൻ നമുക്ക് ചാപ്റ്റർ നമ്പർ 5ലേക്ക് പോവാം. ഇവിടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് 2 മാർക്കിന് ചോദിക്കാം. ഡിഫറെൻറ്റ് റീസൺസ്, നമുക്ക് 10-12 റീസൺസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ. എന്ത് റീസൺസ് ആണ്? നമ്മുടെ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ബാലൻസ് ഡിഫറൻസ് ആവുന്നതിനുള്ള കുറച്ച് റീസൺസ് നമ്മൾക്കുണ്ട്. അതൊരു 5 റീസൺസ് എങ്കിലും നിങ്ങൾ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കണം, തിയറി ആയിട്ട് നിങ്ങൾ പഠിക്കണം. ദെൻ BRSൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് 5 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഇതിലെ 7 മാർക്ക് AFS കുട്ടികൾക്കും 6 മാർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനുമാണ് വെയിറ്റേജ് പോകുന്നത്. അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയ പാഠം തന്നെയാണ് കേട്ടോ. ദെൻ ചാപ്റ്റർ നമ്പർ 6 വരുമ്പോൾ ട്രയൽ ബാലൻസ് ആണ്, നമ്മൾ എറേഴ്സിൻ്റെ ചാപ്റ്റർ ആണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, 3 മാർക്കിനും 4 മാർക്കിനും. ഒന്നുകിൽ അവർ തെറ്റിയിട്ട് തരും, നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ഡെബിറ്റ് ക്രെഡിറ്റ് ഏതൊക്കെയാണെന്ന് പഠിച്ചവർക്ക് മാത്രമേ അത് ശരിക്കും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അത് ചെയ്യുക. ദെൻ എറേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. നമുക്കിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ്, എറേഴ്സ് ഓഫ് ഒമിഷൻ ആണോ, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണോ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണോ എന്ന് ചോദിക്കും. അത് നമുക്കറിയണം. അതിനും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് 4 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് വരാറ്. ദെൻ സസ്പെൻസ് അക്കൗണ്ട് എന്താണ്, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ റെക്ടിഫിക്കേഷൻ ഓഫ് ഫോളോയിങ് ജേർണൽ എൻട്രീസ് പറഞ്ഞിട്ട് 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കും. അപ്പോൾ നമുക്ക് റെക്ടിഫൈ ചെയ്തിട്ട് റെക്ടിഫൈയും ജേർണൽ എൻട്രീസ് എഴുതി കൊടുക്കണം. സെയിൽസ് ഡേ ബുക്ക്, ഓവർകാസ്റ്റ്, അണ്ടർകാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം അതും നമുക്ക് അറിഞ്ഞിരിക്കണം. AFS കുട്ടികൾക്ക് 9 മാർക്കിനും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് 8 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ്. ദെൻ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ ചാപ്റ്റർ. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് കുറേ തിയറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരൊറ്റ പ്രോബ്ലം ഉണ്ട്, ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ പ്രോബ്ലം. അസറ്റ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ 5 മാർക്കിനാണ് എങ്കിൽ അതിൽ സെയിൽ ഓഫ് അസറ്റ് വന്നിരിക്കും. സെയിൽ ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അസറ്റ് വാങ്ങി 3 കൊല്ലം ഉപയോഗിച്ചു, 4ാമത്തെ കൊല്ലം നമ്മളത് വിറ്റു, നമുക്ക് ഇത്ര രൂപ കിട്ടി, അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു അസറ്റ് അക്കൗണ്ട് വരച്ച് ബാലൻസ് ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. 5 മാർക്കിൻ്റെ പ്രോബ്ലം. ദെൻ ഡിപ്രീസിയേഷനുമായി സിമിലർ ആയി നിൽക്കുന്ന കുറച്ച് ടേംസുകളുണ്ട് പാഠത്തിൽ തന്നെ. ഒബ്സലസൻ, എമോർട്ടൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഡീവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേംസുകളും ഏതാണ് അമോർട്ടൈസേഷൻ, ഏതാണ് അല്ലെങ്കിൽ ഓബ്സലസൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണം. അതുപോലെ ഡിപ്ലഷൻ, അതൊക്കെ ഏത് ടേമുകളാണ് ബന്ധപ്പെട്ടിട്ട് 1 മാർക്ക് ക്വസ്റ്റിനും. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഡിപ്രീസിയേഷനുമായി സിമിലർ ആയുള്ള ടേമുകൾ നിങ്ങൾക്ക് ക്യാൻ യു ഡിഫൈൻ പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വിത്ത് 2 സെൻറ്റൻസ്, ഓൺലി 2 സെൻറ്റൻസ്. അമോർട്ടൈസേഷൻ ഇത് ഇന്നതിനായിട്ടുള്ള വാല്യൂ കുറയിലാണ്, അങ്ങനെ എഴുതാനും കിട്ടണം കേട്ടോ. ദെൻ 2 മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ. മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്. അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും രണ്ടും നമ്മളുടെ ഡിഫറൻസ് എഴുതാനായിട്ട് കിട്ടണം. അതേപോലെ തന്നെ റിസർവും പ്രൊവിഷനും നമ്മളുടെ ഡിഫറൻസ്, അതും നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ AFS കുട്ടികൾക്ക് 9 മാർക്കിനും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്ക് 7 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുക. ഇത്രയാണ് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ നന്നായി പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ഒരു AFS സ്റ്റുഡൻസ് ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ ഒരു 90% മാർക്ക് 2 പേർക്കും നമുക്ക് കിട്ടും. അത് ഡെഫിനറ്റ് ആണ്. അത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടി ഈസിയാണ്. നമ്മൾ പറഞ്ഞ ടോപ്പിക്കുകൾ മാത്രം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഷുവർ അല്ലേ ഫുൾ മാർക്ക് എന്നുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളും എത്രയും വേഗം +1 അക്കൗണ്ടൻസിൽ എല്ലാ ചാപ്റ്റേഴ്സും ഇതൊക്കെ പഠിച്ചില്ലേന്ന് ഓടിച്ച് നോക്കുക. ഏതെങ്കിലും ടോപ്പിക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു വീഡിയോ വേഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നമുക്ക് എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾക്ക് അറിയാലോ, ഉച്ചയ്ക്കാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ടൈം ഉണ്ട് ഉച്ചവരെ പഠിക്കാനായിട്ട്. +2 കുട്ടികൾക്ക് അതിനു വേണ്ടി ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി അവർ സുഖമായി ഉറങ്ങും. പക്ഷേ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ ഉച്ചയ്ക്ക് എക്സാം ആവാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും നല്ല ടൈം എടുത്തിട്ട് അക്കൗണ്ടൻസി പഠിക്കാം. മിസ് തുടക്കത്തിൽ പറഞ്ഞ പോലെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.